GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ട്രിഗണോമെട്രിയിലെ ഒരു പ്രൂഫാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ഇടുക, അതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. Prove that sin theta minus cos theta plus 1 by sin theta plus cos theta minus 1 equal to 1 by sec theta minus tan theta. അപ്പോൾ ഇതാണ് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ. sin theta minus cos theta plus 1 by sin theta plus cos theta minus 1 ആണ് LHS. ഇതാണ് RHS. LHS RHS നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഐഡന്റിറ്റി അവിടെ ഉപയോഗിക്കേണ്ടി വരും. ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്തായാലും നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഐഡന്റിറ്റി 1 plus tan square theta equal to sec square theta ആണ്. ദാറ്റ് ഈസ് sec square theta equal to 1 plus tan square theta. തിരിച്ചത് എഴുതിയത് മാത്രം. അപ്പൊ ചിലവർക്ക് ഒരു സംശയം, ഇത് എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് നമുക്ക് പറഞ്ഞു. നമുക്ക് ആൻസർ കിട്ടേണ്ടത് ഇങ്ങനെയാണ്: sec theta tan theta. അപ്പൊ sec theta വരണമെങ്കിൽ എന്തായാലും ഈ ഒരു ഐഡന്റിറ്റിയുടെ ആവശ്യമുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പൊ സീക്ക് ആയിട്ട് ടാൻ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ ഇതിനെ നമുക്ക് സീക്കും ടാൻ ആയിട്ട് മാറ്റി ഇരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ LHS എഴുതി. LHS എന്ന് പറഞ്ഞാൽ sin theta minus cos theta plus 1 by sin theta plus cos theta minus 1. അപ്പൊ ഇത് സീക്കിനും ടാനിലേക്കും ഇതിൽ വരണമെങ്കിൽ എന്ത് വേണം? sin theta cos theta കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് tan theta കിട്ടുക. 1 by cos theta ആണ് sec theta കിട്ടുക. അപ്പൊ ഒബിവിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് sin theta ഇവിടെ നമുക്ക് cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം നമുക്ക് sec theta കിട്ടേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ sin theta by cos theta അതാണ്. അപ്പൊ ഞാൻ ഒറ്റയടിക്ക് ഇത് എഴുതി വെച്ചേക്കാണ് ഇങ്ങനെ. അപ്പൊ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഇത് എങ്ങനെ ഇത് ഇങ്ങനെയായിരുന്നു? ഇതെന്ന് വെച്ചാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ബൈ cos theta എന്നുള്ളതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. sin theta cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sin theta by cos theta എന്ന് പറയുന്നത് tan theta മൈനസ് cos theta by cos theta എത്രയാണ്? 1 by cos theta എന്താണ്? sec theta. ഇനി sin theta by cos theta എന്താണ്? tan theta. cos theta by cos theta 1 by cos theta എന്ന് പറയുന്നത് sec theta ആണ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. അത് എങ്ങനെ കിട്ടിയത്? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെയും cos theta കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഞാനൊരു ചെറിയ റീഅറേഞ്ച്മെന്റ് നടത്താണ്. tan theta minus 1 plus sec theta എന്ന് ഞാൻ എഴുതി. tan theta plus sec theta minus 1. ഒരു കുഴപ്പമില്ല, പ്ലസ് മൈനസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതനുസരിച്ച് ഇടാം. മാത്തമാറ്റിക്കലി കറക്റ്റ് ആണ്. അപ്പൊ tan theta plus sec theta minus 1 എന്നിട്ടുണ്ട്. ഞാൻ tan theta plus sec theta ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. അത് എന്തിനാന്നുള്ളത് ഞാൻ പറയാം. ഇനി ഇവിടെ tan theta plus 1 minus sec theta, tan theta ക്ക് ശേഷം sec theta, tan theta minus sec theta plus 1, ഇവിടെ ഞാനൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. അപ്പൊ നോക്കി, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് എന്താ കിട്ടേണ്ടത്? 1 by sec theta minus tan theta ആണ് കിട്ടാൻ വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? tan theta plus sec theta minus 1, tan theta minus sec theta plus 1, ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ആക്കി എടുത്തു. ഇങ്ങനെ ആക്കി എടുത്തിട്ട് എന്ത് ചെയ്തു? ഞാൻ tan theta minus sec theta sec theta കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഇൻഡു ചെയ്തു. ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞൊരു മീനിങ് ഇൻഡു ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാനിപ്പോൾ ഇൻഡു കൂടി ഇവിടെ ഇട്ടത് മാത്രം. അപ്പോൾ ഇതിനെ ഞാൻ tan theta minus sec theta ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇൻഡു ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാല്യൂന് മാറ്റം ഇല്ല. നമ്മൾ ഒരേ ഇതുകൊണ്ടാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇൻഡു ചെയ്യുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? sec thetaയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ ഐഡന്റിറ്റി യൂസ് ചെയ്യണമെങ്കിൽ 1 plus tan square theta sec square theta എന്ന് വരെയും വേണം. ഓക്കെ, അപ്പോൾ tan theta plus sec theta minus 1 into tan theta minus sec theta. അപ്പോൾ ഇത് എങ്ങനെ വരും? tan theta, അപ്പോൾ ഇത് a plus b into a minus b എന്നുള്ള a square minus b square എന്നുള്ള ഫോർമാറ്റിൽ വരും. അപ്പോൾ tan square theta minus sec square theta. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു -1 ഉണ്ട്. ഇവിടെ 3 ടേം ഉണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇത് a plus b minus c എന്നുള്ള മീനിങ് ഉണ്ട്. നമുക്കൊരു വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് എഴുതിയിരിക്കാം. a plus b minus c into a minus b എന്നുള്ള രീതിയിൽ ഇത് വരും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? tan theta into tan theta tan square theta, അതുപോലെ tan square theta minus sec square theta minus 1 നമ്മൾ ഇൻറ്റു ചെയ്യണം. 1 into tan theta minus sec theta. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കണം. tan square theta minus sec square theta minus tan theta minus sec theta. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമന്റ് ചെയ്യുക. ഞാനത് വീണ്ടും ഒരു വീഡിയോ ആയിട്ടോ എന്തെങ്കിലും അവിടെ കമന്റ് ബോക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. tan theta minus sec theta plus 1 into tan theta minus sec theta. അപ്പോൾ tan theta minus sec theta plus 1 into അതിന് അങ്ങനെ തന്നെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. കാരണം നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റില്ല. കാരണം ഇത്
എ മൈനസ് ബി പ്ലസ് വൺ ഇൻറ്റു ഇവിടെ വരുന്നത് എ മൈനസ് ബി പ്ലസ് വൺ. ഇപ്പൊ ഞാൻ സിക്ക് പകരം എഴുതി. ഇവിടെ വരുന്നത് എ മൈനസ് ബി. അപ്പൊ ഇവിടെ നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ പ്ലസ് വൺ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ അങ്ങനെ എഴുതി. ഇവിടെ നമുക്ക് എന്ത് തോന്നുന്നു ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സിക്സ് സ്ക്വയർ തീറ്റയാണ്. സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞത് 1 ആണ്. പക്ഷെ ഇവിടെ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സിക്സ് സ്ക്വയർ തീറ്റയാണ്. അത് നമുക്ക് മൈനസ് 1 എന്ന് എഴുതേണ്ടി വരും. കാരണം സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയാണ് 1. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സിക്സ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. ഓക്കെ റൈറ്റ്. അപ്പൊ ഇതിന് പകരം നമ്മൾ മൈനസ് 1 എന്ന് എഴുതി. മൈനസ് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും മൈനസ് ടാൻ തീറ്റ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ അത് പ്ലസ് സിക് തീറ്റ ആയി. അപ്പോൾ മൈനസ് 1 മൈനസ് ടാൻ തീറ്റ പ്ലസ് സിക് തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ പ്ലസ് 1 ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ. ഇനി ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാണ്. ഇപ്പൊ ഇവിടെ ഏകദേശം ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. ഒരു നെഗറ്റീവിന്റെ പ്രത്യേകത ഞാൻ -1 മൈനസിന് പുറത്തേക്ക് എടുക്കണം. -1 പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്ത് വരും? 1 പ്ലസ് ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ എന്ന് വരും. അപ്പൊ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു 1 -1 മൈനസ് ഇൻറ്റു ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സിക് തീറ്റ അങ്ങനെ വന്നു ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ പ്ലസ് 1. അതിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് 1 പ്ലസ് ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ എന്ന് എഴുതി. അതങ്ങനെ എഴുതിയത് എനിക്ക് മുകളിൽ താഴെ തമ്മിൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പൊ ഡിനോമിനേറ്റർ താഴെ ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ ഉണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. അതാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തത്. അപ്പൊ നമുക്ക് ബാക്കി എന്ത് കിട്ടും? -1 ബൈ ടാൻ തീറ്റ മൈനസ് സിക് തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്കറിയാം ന്യൂമറേറ്ററിൽ മൈനസ് വന്നാൽ ഇപ്പോൾ മൈനസ് എ ബൈ ബി എന്ന് പറയുന്നത് എ ബൈ മൈനസ് ബി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നെഗറ്റീവിന്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ വരുന്നത്. അപ്പൊ ന്യൂമറേറ്ററിലെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് ഓൾറെഡി ഡിനോമിനേറ്റർ ഉണ്ടെങ്കിലും എ ബൈ മൈനസ് ബി സിക്കൽ മൈനസ് എ ബൈ ബി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ നെഗറ്റീവിന്റെ താഴെ ഇവിടുത്തെ മൈനസിന് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ മൈനസ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. മൈനസ് ടാൻ തീറ്റ മൈനസ് സിക് തീറ്റയ്ക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. അതിന് ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ് ടാൻ തീറ്റ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് മൈനസ് ടാൻ തീറ്റ പ്ലസ് സിക് തീറ്റ. 1 ബൈ മൈനസ് ടാൻ തീറ്റ പ്ലസ് സിക് തീറ്റ എന്ന് പറഞ്ഞു. ബട്ട് 1 ഡിവൈഡഡ് ബൈ സിക് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ മൈനസ് ടാൻ തീറ്റ ആണ്. അപ്പോൾ അത് 1 ഡിവൈഡ് ബൈ സിക് തീറ്റ അത് കഴിഞ്ഞ് ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് എന്താണ് RHS നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതാം ഹെൻസ് it is proved LHS equal to RHS. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയക്കുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങളുടെ ഏറ്റവും സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരെ തോമസ് സൈനിങ് ഔട്ട്.